ഓണാഘോഷത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വൈവിധ്യങ്ങളായ കളക്ഷനുമായാണ് ചെർപ്പുളശ്ശേരി സാമിയ സിൽക്സ് ഒരുങ്ങിയിരിക്കുന്നത്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് സാമിയ സിൽക്സ് പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിനെതിരെ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനൊരുങ്ങുകയാണ് മാനേജ്മെന്റ്. ചെർപ്പുളശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സാമിയ സിൽക്സിൽ ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വൈവിധ്യങ്ങളായ കളക്ഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് സാമിയ സിൽക്സ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സുരക്ഷാ സജ്ജീകരണങ്ങളും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ബോർഡുകളും സ്ഥാപനത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഥാപനത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ഉപഭോക്താക്കൾ തള്ളിക്കളയണമെന്നും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥാപന ഉടമ സുഹേൽ മലബാർ ന്യൂസിനോട് പറഞ്ഞു. എല്ലാവർക്കും സാമിയ ഗ്രൂപ്പിൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ. ഈ മഹാമാരിക്കാലത്തും സാമിയയോട് സഹകരിച്ച എല്ലാ മാന്യ ഉപഭോക്താക്കളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം ഓണം പ്രമാണിച്ച് എല്ലാ വിലയിലും എല്ലാ തരത്തിലുള്ള തുണിത്തരങ്ങളും സാമിയ ഗ്രൂപ്പ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, 2 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം പ്രചരിക്കുന്നുണ്ട്. സാമിയയിലെ ഒരു സ്റ്റാഫിന് കോവിഡ് പോസിറ്റീവായെന്നും സ്ഥാപനം അടച്ചിട്ടിരിക്കുന്ന രൂപത്തിലുള്ള ഒരു വ്യാജ വാർത്ത ഏതോ തൽപരകക്ഷിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് തീർത്തും വ്യാജമാണ്. ഇതുവരെ നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിൽക്കോ കോവിഡോ അതുപോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല, കോവിഡ് തടയുവാനുള്ള എല്ലാവിധ മുൻകരുതലുകളും ഹാൻഡ് വാഷിൻ്റെ കാര്യത്തിലായാലും സാനിറ്റൈസറിൻ്റെ കാര്യത്തിലായാലും സ്റ്റാഫുകൾ മാസ്ക്, ഗ്ലൗസ്, സോഷ്യൽ ഡിസ്റ്റൻസ് പോലത്തെ കാര്യങ്ങൾ എല്ലാ പ്രിക്കോഷൻസും സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വ്യാജ വാർത്തകളിൽ മാനുപഭോക്താക്കളെ പെട്ടുപോരുതെന്നും മാത്രമല്ല, ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ ആവശ്യമായ നിയമനടപടികൾ എടുക്കാനാണ് മാനേജ്മെന്റ് തീരുമാനമെന്നും ഇതോടൊപ്പം അറിയിക്കുന്നു.